വയനാട്ടിൽ രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസിൽ പ്രതിയായ ടാൻസാനിയൻ സ്വദേശി ബംഗളൂരുവിൽ പിടിയിലായി. മയക്കുമരുന്ന് കേസിലെ പ്രധാന കണ്ണിയായ പ്രിൻസ് സാംസണാണ് പിടിയിലായതെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഇയാളുടെ പക്കൽ നിന്നും മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 24 മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ 94 ഗ്രാം MDMA-യുമായി പിടിയിലായ ഷഫീഖിനെ ചോദ്യം ചെയ്തതിലൂടെയാണ് ടാൻസാനിയൻ സ്വദേശിയിലേക്ക് പോലീസ് എത്തിയത്. വിവരങ്ങളുമായി കമലുണ്ട്. കമൽ, ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള പലരുമാണ് കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ഇരുന്ന് ഈ രാസലഹരികൾ ഉണ്ടാക്കുന്നത്. അത് ഇഷ്ടം പോലെ കേരളത്തിലേക്ക് ഒഴുകുന്ന സ്ഥിതിയെന്ന് അന്വേഷണങ്ങളിൽ വ്യക്തമായിട്ടുള്ളതാണ്. ഇപ്പോൾ അങ്ങനെ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇവിടെ വന്ന ആളാണോ ഇയാളുടെ മറ്റു സംഘാംഗങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടോ? ദിവിഷ്, ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി തബോഷ് ബസുമതരി അറിയിച്ചതനുസരിച്ച് ഇയാൾ ഈ സംഘത്തിലെ ഒരു പ്രധാന കണ്ണിയാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ടാൻസാനിയൻ സ്വദേശിയാണ്. 4 വർഷമായി ബംഗളൂരുവിലുണ്ട്. അവിടുത്തെ ഒരു ഗവൺമെന്റ് കോളേജിൽ, കർണാടകയിലെ ഗവൺമെന്റ് കോളേജിൽ BCA വിദ്യാർത്ഥിയാണ്. പക്ഷേ ക്ലാസ്സിലൊന്നും പോകാറില്ല എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. വളരെ ലക്ഷറിയായ ജീവിതം നയിക്കുന്ന ആളാണ്. അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അത് കൃത്യമായ അക്കൗണ്ട് അല്ല, ഒരു ഇല്ലീഗൽ അക്കൗണ്ടാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ 80 ലക്ഷം രൂപ ഇയാളുടെ അക്കൗണ്ടിൽ വന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 24-ന് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പോലീസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ 94 ഗ്രാം MDMA-യുമായി കോഴിക്കോട് സ്വദേശി ഷഫീഖ് പിടിയിലായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഈ ടാൻസാനിയൻ സ്വദേശി പ്രിൻസ് സാംസണിലേക്ക് എത്തിയത്. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡായ ഡാൻസാഫും സുൽത്താൻ ബത്തേരി പോലീസും ചേർന്ന് ബത്തേരി ഇൻസ്പെക്ടർ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിൽ ബംഗളൂരുവിൽ നിന്ന് ഇന്നലെ രാത്രിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ ലഹരിക്കടത്തിലെ പ്രധാന കണ്ണികളിലേക്ക് എത്താൻ കഴിയും എന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. സാധാരണയിൽ എപ്പോഴും പരാതിയായി വരുന്നതാണ്. ഇപ്പോൾ ചില ആളുകളെ മയക്കുമരുന്നുമായി പിടിക്കും, പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല അന്വേഷണങ്ങൾ എന്നാണ്. അങ്ങനെ എത്തിയതാണ് ഇപ്പോൾ ടാൻസാനിയൻ സ്വദേശി പിടിയിലായിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെയും പിന്നിൽ ഇനിയുമുണ്ട്. ഈ വലിയ നെറ്റാണ്. അതിനെ ഓരോ കണ്ണിയായി മുറിച്ചെടുക്കുക എന്നത് വളരെ ശ്രമകരമായ. ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം കൂടി കേൾക്കാം. പിടിഞ്ഞതിന് ശേഷം ഇയാളുടെ ഇൻട്രോഗേഷനിൽ നമുക്ക് മനസ്സിലായത് ഒരുപാട് ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഇയാളുടെ ഒരു ഇല്ലീഗൽ അക്കൗണ്ടിലാണ് കാണുന്നത്. ഇതൊക്കെ മുഴുവൻ ഡ്രഗ് ഡീലിംഗ് സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ് നമുക്ക് മനസ്സിലായത്. സെർച്ചിൽ നമുക്ക് കിട്ടിയത് 5 മൊബൈൽ ഫോണും കുറച്ച് റൗട്ടേഴ്സും ലാപ്ടോപ്സും ഉണ്ടായിരുന്നു. അതിനൊപ്പം ഡോക്യുമെൻറ്റ്സും കുറച്ച് ഡെബിറ്റ് കാർഡ്സ്, കോളേജിൻ്റെ കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 മാസത്തിനകത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു 80 lakhs ഓളം ട്രാൻസാക്ഷൻ കാണുന്നുണ്ട്.